ഹായ് ഓൾ, വെൽക്കം ടു ഇമോജി മല്ലു മൂവി റിവ്യൂ. ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് ആസിഫ് അലിയും അനശ്വര രാജനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച രേഖാചിത്രം എന്ന സിനിമ കണ്ടു. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ല എൻഗേജിംഗ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി. സിനിമയിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാം. ആദ്യത്തേത്, ഈ സിനിമയ്ക്ക് പഴയ മമ്മൂട്ടി ചിത്രമായ കാതോട് കാതോരം എന്ന സിനിമയുമായുള്ള കണക്ഷനാണ്. ആ കാലഘട്ടവും സിനിമാ സെറ്റും എല്ലാം നല്ല ഭംഗിയായി തന്നെയാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്തത് പെർഫോമൻസ് ആണ്. ആസിഫ് അലിക്ക് അഭിനയിച്ച് തകർക്കാനുള്ള റോളൊന്നും ഇല്ലായിരുന്നെങ്കിലും ഉള്ളത് പുള്ളി തൻ്റെതായ രീതിയിൽ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. അനശ്വര രാജിൻ്റെയും നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. രേഖ എന്ന കഥാപാത്രവും പ്രേക്ഷകനും തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ അനശ്വരയുടെ പ്രകടനം കൊണ്ട് സാധിക്കുന്നുണ്ട്. മനോജ് കെ ജയനും ഈ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള പുള്ളിയുടെ ഒരു മികച്ച കഥാപാത്രം തന്നെയായിരുന്നു ഈ സിനിമയിൽ. സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് സെറിൻ ഷിഹാബിൻ്റെതായിരുന്നു. സ്ക്രീൻ സ്പേസ് കുറവായിരുന്നെങ്കിലും ഉള്ളത് പുള്ളിക്കാരത്തി അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡിലേക്ക് വന്നാൽ മുജീബ് മജീദിന്റെ സോങ്സും ബിജിഎമ്മും ഇഷ്ടപ്പെട്ടു. നല്ലൊരു വർക്ക് തന്നെയായിരുന്നു. അതുപോലെ തന്നെ അപ്പു പ്രഭാകറിന്റെ ക്യാമറ വർക്കും ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിങ്ങും കൊള്ളാമായിരുന്നു. ഈ സിനിമയിലെ ആർട്ട് ടീമും VFX ടീമും ഒരു പ്രത്യേക കയ്യടി അറിയിക്കുന്നുണ്ട്. അത്രയ്ക്കും ഗംഭീര വർക്ക് തന്നെയായിരുന്നു അവരുടെ. അങ്ങനെ ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ തിയേറ്ററിൽ തന്നെ കണ്ട് എൻജോയ് ചെയ്യാവുന്ന ഒരു സിനിമയാണ് രേഖാചിത്രം. ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 7/10. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അല്ലാത്തവർക്ക് ഞാൻ ഈ സിനിമ റെക്കമെൻഡ് ചെയ്യും. ഇത് ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.